എല്ലാവർക്കും ബജാജ് ചേതക് 2024-ൻ്റെ ഒരു റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇതൊരു ടെസ്റ്റ് റൈഡ് റിവ്യൂ ആണ്. സോ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ പവറും ഡിഫറൻസും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്പോർട്ട് മോഡിൽ നല്ല ടോപ്പ് സ്പീഡ് കിട്ടുന്നുണ്ട്. ആക്ച്വലി 73 പറയുന്നെങ്കിലും ഒരു 78 വരെ ഇപ്പം കൊടുത്തു. ഇനിയും അത് പുഷ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വളരെ ചെറിയൊരു റിവ്യൂ ആയിരിക്കും. നമുക്കൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ എന്നുള്ള നിലയിൽ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പം 2 പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ളത് ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു മീറ്റർ കൺസോൾ ഡിസ്പ്ലേ ആണ്. TFT ഡിസ്പ്ലേ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 5 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഓടിച്ചിട്ട് പറയാം. ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡും കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. അപ്പം ഇപ്പോൾ ഈക്കോ മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് മോഡ് മാറ്റാനായിട്ട് D എന്ന് പറയുന്നതിനകത്ത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്കോ മോഡുണ്ട്. ഒന്നുകൂടെ ഞെക്കിയാൽ സ്പോർട്ട് മോഡിലേക്ക് വരും. അപ്പം ഈക്കോ മോഡിലും ന്യായമായിട്ടുള്ളൊരു സിറ്റി റൈഡിന് വേണ്ടിയ പവറുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ലൈറ്റാ പിടിക്കുമ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് അപ്ലൈ ആവുന്നുണ്ട്. CBS ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു പ്രീമിയം വേരിയൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമ്മുടെ ഡ്രം വേരിയൻറ്റിനേക്കാളും കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നിൽക്കുന്നുണ്ട്. ആണ് ഈക്കോ മോഡിൽ ടോപ്പ് സ്പീഡ് കിട്ടുന്നത്. ഇപ്പോൾ മീറ്റർ കൺസോൾ ഡിസ്പ്ലേ അടിപൊളിയായിട്ടുണ്ട്. പഴയ മീറ്റർ കൺസോളിനേക്കാളും ബെറ്റർ വിസിബിലിറ്റിയും അതുപോലെ കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. വിസിബിലിറ്റി നന്നായിട്ടുണ്ട്. അപ്പം ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ട്, ടൈം, റേഞ്ച് ഉണ്ട്, അതുപോലെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളതും, പിന്നെ റൈഡ് മോഡ്, മ്യൂസിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇത്, ഓഡോമീറ്റർ, പിന്നെ ബാറ്ററി വോൾട്ടേജ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹിൽ ഹോൾഡ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതായത് കയറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി വണ്ടി മൂവ് ആകാതെ പുറകോട്ട് ഉരുണ്ടു പോകാതെ നിൽക്കും. വണ്ടിക്ക് വലിയ വെയിറ്റ് ഒന്നുമില്ല. അത്രയ്ക്ക് ഒരു സാധാരണ സ്കൂട്ടർ ഓടിക്കുന്ന അതേ ഫീലേ ഉള്ളൂ. അത്യാവശ്യം സിറ്റിയിലൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ബോഡി അത്യാവശ്യം നല്ലൊരു ശതമാനവും മെറ്റൽ ഫിനിഷാണ്. അതുകൊണ്ട് നല്ല റിജിഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വണ്ടിക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഈ ഒരു മിററിൻ്റെ ഒരു ക്വാളിറ്റി, ഈ ഒരു സംഗതിയൊക്കെ നല്ല സ്ട്രോങ് ആണ്. അതുപോലെ വിസിബിലിറ്റി നല്ലതായിട്ടുണ്ട്. സിറ്റി റൈഡ് തന്നെ നല്ല പവർഫുള്ളാണ് കേട്ടോ. അങ്ങനെ ലാഗൊന്നുമില്ല. എന്നാൽ സ്മൂത്താണ്. കൂടുതൽ ബാറ്ററി റേഞ്ച് കിട്ടുന്ന മോഡാണ് ഈ ഒരു ഈക്കോ മോഡെന്ന് പറയുന്നത്. കണ്ടോ, കൈ കൊടുക്കുമ്പോഴേ വണ്ടി നല്ലതായിട്ട് കുതിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഒരു മടുപ്പൊന്നും കാണിക്കുന്നില്ല. 2 മോഡേ ഉള്ളൂ എന്ന് വെച്ചിട്ട് തീർത്തും അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കിപ്പം പവർ വേണ്ടിയെടുത്ത് സ്പോർട്ട് മോഡും, പവർ അത്ര വേണ്ട ട്രാഫിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് സ്പീഡ് മതി എന്നുണ്ടെങ്കിൽ ഈക്കോ മോഡും കൂടുതൽ ബാറ്ററി റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് ധാരാളം. കാരണം നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു 35-40 റേഞ്ചിലൊക്കെയാണല്ലോ ഓടിക്കണേ. അപ്പോൾ ഈക്കോ മോഡ് തന്നെ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് മോഡൊന്ന് മാറ്റാം. ഇപ്പോൾ സ്പോർട്ട് മോഡാണ്. സ്പോർട്ട് മോഡ് ഇട്ടപ്പോൾ കുറച്ച് റെഡിഷ് ടോണിലേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ജെർക്കിംഗ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. വളരെ സ്മൂത്തായിട്ടാണ്, എന്നാൽ നല്ല പവർഫുള്ളായിട്ട് വലിച്ചെടുക്കുന്നുമുണ്ട്. അപ്പം സീറ്റിൻ്റെ ഒരു കംഫർട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു സീറ്റ് കുഷ്യനാണ്. മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് സെറ്റപ്പാണ്. ഒരുപാട് ലൈറ്റും അല്ല, ഒരുപാട് സോഫ്റ്റും അല്ല, ഒരുപാട് ഹാർഡും അല്ലാത്ത രീതിയിൽ നല്ലൊരു കംഫർട്ടബിൾ കുഷ്യനായിട്ട് എനിക്ക് തോന്നി. നല്ല വൈഡാണ്. റൈഡറിനും പില്ലിനും അതുപോലെ തന്നെ ഈസി ആയിട്ട് സിറ്റി റൈഡ് നമുക്ക് നടത്താൻ പറ്റും. ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ്. പക്ഷേ നമുക്ക് ഒരു മിഡ് റേഞ്ചിലേക്ക് വരുമ്പം നല്ല പിക്കപ്പ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ബ്രേക്ക് കുറച്ച് ഫാസ്റ്റായിട്ടാണ്, പെട്ടെന്നിങ്ങനെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കുകയാണെങ്കിലും വളരെ ക്ലാസ് ഫീൽ തരുന്ന ഒരു പ്രീമിയം ഫീല് ശരിക്കും ഉണ്ട്. അത് വണ്ടിയുടെ ഓരോ പാർട്സുകളും നമുക്ക് നോക്കുമ്പോൾ, അതുപോലെ പ്രത്യേകിച്ച് തന്നെ ഈ ഹാൻഡ് ഗ്രിപ്പൊക്കെ തന്നെ വളരെ പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ കംഫർട്ടബിളാണ്. മൊത്തത്തിൽ ഓവറോൾ വണ്ടിയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് നല്ല പ്രീമിയം ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല സ്റ്റേഡിയാണ് വണ്ടി. ഒരു എന്താ പറയുക, സ്ട്രോങ് സോളിഡ് ആയിട്ടുള്ളൊരു സ്കൂട്ടറാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് മാത്രമാണ് ഫൈബർ പാർട്സ് വന്നിരിക്കുന്നത്. ബാക്കി മിക്കതും സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചേതക് പ്രീമിയം, അതുപോലെ തന്നെ ചേതക് അർബൻ. ഇതിൻ്റെ പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ തന്നെ ടെക് പാക്കും സ്റ്റാൻഡേർഡും ആയിട്ടുള്ള വേരിയൻസ് അവൈലബിൾ ആണ്. പ്രീമിയവും അർബൻ എന്ന് പറയുന്ന 2 വേർഷൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോപ്പ് സ്പീഡും ബാറ്ററി റേഞ്ചും രണ്ടും ഡിഫറൻ്റ് ആണ്.
ചേതക് പ്രീമിയത്തിൽ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 73 കിലോമീറ്റർ ആണെങ്കിൽ ചേതക് അർബൻ്റെ സ്റ്റാൻഡേർഡ് വെർഷനിൽ 63 km/h ആണ് ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രീമിയത്തിൽ 126 കിലോമീറ്റർ ബാറ്ററി റേഞ്ച് നൽകുന്നുണ്ടെങ്കിൽ അർബൻ വെർഷനിൽ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 113 km ആണ് ബാറ്ററി റേഞ്ച് പറയുന്നത്. പിന്നെ ഫുൾ ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ 30 മിനിറ്റാണ് പ്രീമിയത്തിൽ ചാർജിങ് ടൈം, അർബൻ വെർഷനിൽ 4 മണിക്കൂർ 50 മിനിറ്റാണ്. പിന്നെ റൈഡിംഗ് മോഡിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് വേരിയൻസിൽ ഈക്കോ മോഡ് മാത്രമേ ഉള്ളൂ. ടെക് പാക്ക് വേരിയൻറ്റിലാണ് ഈക്കോ ആൻഡ് സ്പോർട്സ് 2 റൈഡിംഗ് മോഡ്സ് വരുന്നത്. ടെക് പാക്ക് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, അപ്പോൾ പ്രൈസ് കൂടും. ഹിൽ ഹോൾഡ് സിസ്റ്റം വരുന്നത് ടെക് പാക്ക് വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ. ബജാജ് ചേതക്കിൻ്റെ ആപ്പ് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിലും ടെക് പാക്ക് വേരിയൻറ്റിൽ മാത്രമാണ് കംപ്ലീറ്റ്ലി അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ രണ്ടിലും ലിമിറ്റഡ് ആണ്. അതുപോലെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ബ്ലിങ്കേഴ്സ് അത് പ്രീമിയം വെർഷനിൽ ടെക് പാക്ക് ചൂസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അവൈലബിൾ ആകുന്നത്. പിന്നെ കളർ വേരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം വേരിയൻറ്റിൽ 3ഓളം കളേഴ്സ് അവൈലബിൾ ആണ്. അതേസമയം അർബൻ വെർഷനിൽ 4ഓളം കളേഴ്സ് അവൈലബിൾ ആണ്. ചേതക്കിൻ്റെ പ്രീമിയം വെർഷനും അർബൻ വെർഷനും കീലെസ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പ്രീമിയം വെർഷനിൽ ടെക് പാക്കിൽ കളർഫുൾ TFT ഡിസ്പ്ലേ ആണ്. അതേസമയം സ്റ്റാൻഡേർഡ് വെർഷനിൽ മോണോക്രോമാണ്. അർബൻ വെർഷനിൽ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ വരുന്നത് കളർ LCD ഡിസ്പ്ലേ ആണ്. ടെക് പാക്ക് വേരിയൻറ്റിൽ മാത്രമാണ് കളർ TFT ഡിസ്പ്ലേ വരുന്നത്. ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് ചേതക് പ്രീമിയം വെർഷനിൽ 3.2 kWh ബാറ്ററിയാണ് വരുന്നത്. അർബൻ വെർഷനിൽ 2.9 kWh ബാറ്ററിയാണ് വരുന്നത്. 113 കിലോമീറ്റർ അർബൻ വെർഷനിൽ ക്ലെയിം ചെയ്യുമ്പോൾ 126 കിലോമീറ്റർ ആണ് ബാറ്ററി റേഞ്ച് പ്രീമിയം വെർഷനിൽ പറയുന്നത്. ലോക്ക് അൺലോക്ക് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവും. നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഒരു ചേതക്കിൻ്റെ ലോഗോയും അങ്ങനെയുള്ള ഒരു വെൽക്കം സ്ക്രീനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഒരു 10 സെക്കൻഡ്സിൽ അത് ഓണായി വരും. നമുക്ക് വീണ്ടും വണ്ടി ഓഫ് ചെയ്യാനായിട്ട് ലോങ് പ്രസ് ചെയ്യുക ഈ ഒരു ലോക്ക് ആൻഡ് അൺലോക്കിൽ. അപ്പം വണ്ടി ഓഫ് ആകും. അപ്പോൾ നമുക്കിനി സ്വിച്ചിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഡി എന്ന് പറയുന്ന ബട്ടണാണ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ. സ്പോർട്ട് മോഡും ഈക്കോ മോഡും നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് മീറ്റർ കൺസോളിലെ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണ്. അത് ചൂസ് ചെയ്യാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിലെ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഓപ്പൺ ആക്കാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിൻ്റെ അടിയിലുള്ള ആ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് മോഡിലേക്ക് പോകാം. അപ്പം നമുക്ക് ചെറിയൊരു സ്പീഡിൽ വണ്ടി തള്ളി നിൽക്കാതെ പുറകോട്ട് വണ്ടി മൂവ് ആക്കാൻ പറ്റും. ഇത് റൈറ്റ് ഇൻഡിക്കേറ്ററാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ബട്ടണുണ്ട്. ഹൈ ബീം ലോ ബീം, നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ച്, പിന്നെ മീറ്റർ കൺസോളിലെ കാര്യങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ളതും ഹോം ബട്ടൺ, പിന്നെ ഹോൺ. സ്വിച്ചിൻ്റെ കാര്യങ്ങൾ അത്രയാണ്. അപ്പം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു സ്വിച്ച് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് ചേതക് പ്രീമിയം വെർഷൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ടെക് പാക്ക് വേരിയൻറ്റിൽ 1,44,463 രൂപയാണ്. സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ 1,35,463 രൂപയാണ്. അർബൻ വെർഷനിൽ ടെക് പാക്കിൽ 1,23,000 രൂപയാണ്. സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ 1,15,000 രൂപയാണ്. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിഡ് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.